അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഈ കൊച്ചു വീട് ചാക്കോയുടെ മനസ്സിൽ എന്നുമുണ്ട്. ബാല്യത്തിൽ ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് കൊച്ചു ചാക്കോയ്ക്ക് അവൻ്റെ അമ്മ വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുക്കുകയും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത്. അമ്മയുടെ നല്ല മകനായി കൊച്ചു ചാക്കോ ജീവിച്ചു പോന്നു. ഇടവക ദേവാലയത്തിൻ്റെ പടികൾ കയറി വന്ന് അൾത്താരയിലുള്ള മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ നിന്ന് എന്നെ ഒരു വിശുദ്ധനാക്കണേ മാതാവേ എന്നവൻ പ്രാർത്ഥിച്ചിരുന്നു. ബാല്യത്തിൽ ദേവാലയത്തിൻ്റെ പടികൾ കയറിയിറങ്ങിയ അവൻ്റെ പാദങ്ങൾക്ക് കൗമാരത്തിൽ എങ്ങനെ ദിശ തെറ്റി? പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആ ദേവാലയത്തിൻ്റെ പടികൾ കയറി മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ നിൽക്കുമ്പോൾ ഭൂതകാലത്തേക്കൊരു തിരിഞ്ഞുനോട്ടം. സ്വന്തം വീഴ്ചകളെ നന്മയാക്കി രൂപാന്തരപ്പെടുത്തിയവൻ്റെ മുമ്പിൽ ഒരു നന്ദി പ്രകാശനം. നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെ നടവയലിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള നാഗവള്ളി എന്ന ഗ്രാമത്തിലേക്ക് കുടുംബസമേതം ചാക്കോ കടന്നു വന്നു. ജീവിതത്തിൽ പുതിയ ചില സ്വപ്നങ്ങൾ, പുതിയ ദേശം, വ്യത്യസ്തരായ മനുഷ്യർ, വിവിധ തരം ഭാഷകൾ. ചാക്കോയുടെ ജീവിതവേദിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രംഗങ്ങൾ രചിക്കപ്പെട്ടത് ഈ കൊച്ചു ഗ്രാമത്തിലായിരുന്നു. घल घल बिच गए थक गए हिच गए मुत
ಹೊತ್ತಲಿ ತಂಪಿನ ಹೊತ್ತಲಿ ಹಂತಿಯ ಪದಗಳ ಹಾಡ್ಯಾವ್ರೆ ಹಳ್ಳಿಗೆ ಸಂತಸ ತುಂಬುತ್ತಾರೆ ನಮ್ಮ ಹಳ್ಳಿಗೆ ಆನಂದ ನೀಡುತ್ತಾರೆ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿದೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು ಜಗ್ಗು ನಕ್ಕು ನ 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 ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು ചെറുപ്പകാലം മുതൽ 15 വയസ്സ് വരെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും ഒരു വിശുദ്ധനാകണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. 19 വയസ്സ് മുതൽ 21 വയസ്സ് വരെ വീട്ടിൽ ചാച്ചൻ ചാരാ ഷാപ്പും കള്ള് ഷാപ്പും നടത്തി. അങ്ങനെ ഞാനത് വിൽക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഞാനത് വിറ്റുകൊണ്ടിരുന്നു. 24-ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ശരീരത്തിന് മദ്യം കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിലായി. ഷിമുവായിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും കുടിയാർന്നു. അത് കഴിഞ്ഞുകൊണ്ടായിരുന്ന സ്ഥലം വിറ്റേച്ച് വേറെ സ്ഥലം എടുത്താണ് പിന്നെ ഷാപ്പ് തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഞാൻ പപ്പയുടെ മദ്യപാനത്തെയൊക്കെ നിർത്താനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 92 ഫെബ്രുവരി 22-ാം തീയതി പരിശുദ്ധമായ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത്. ധ്യാനം കഴിഞ്ഞു അന്ന് വന്ന് അപ്പം തന്നെ ഷാപ്പ് നിർത്തി. ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഷാപ്പില്ലെങ്കിലും ജീവിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഷാപ്പൊക്കെ നിർത്തി. ഇന്ന് സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ച പപ്പ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും ക്രിസ്തുവിനെയാണ് നൽകുന്നത്. പപ്പയുടെ മദ്യ ബിസിനസ് കാലഘട്ടം മുതൽ ഉറ്റ മിത്രങ്ങളായിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേബി ചെർമല, പപ്പയുടെ മാനസാന്തരത്തിന് ശേഷം ദൈവം പപ്പയിലൂടെ നേടിയ ആദ്യത്തെ ഈ നാടിനുള്ള ദൈവത്തിൻ്റെ സമ്മാനം ബേബി ചെർമല. ഇദ്ദേഹം പപ്പയോടുകൂടെ ഇന്ന് അനേകം വർഷങ്ങളായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു. പപ്പയോടുകൂടെ ക്രിസ്തുവിനെ പ്രതി ജയിൽവാസം അനുഭവിച്ചപ്പോഴും ഈ കുടുംബവും പപ്പേനോട് കൂടെ ജയിൽവാസത്തിലുണ്ടായിരുന്നു. ഒരു മഹാത്യാഗിയായ വലിയ ദൈവസ്നേഹിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേബിയപ്പൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബേബിയപ്പൻ. കർണാടകയിലെ ഷിമുഗ ഡിസ്ട്രിക്റ്റിൽ നാഗവള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ ആകാശപ്പറവകളോട് ചേർന്ന് ഫാദർ ജോർജ് കുറ്റിക്കലച്ചനിലൂടെ നൽകിയ പ്രചോദനമനുസരിച്ചുള്ള ആകാശപ്പറവകളെന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. തെരുവോരങ്ങളിലൂടെയും ബസ് സ്റ്റാൻഡുകളിലും കടത്തണ്ണകളിലും അലഞ്ഞു തിരിയുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 ഇവിടെ നിന്നും ഏതാണ്ട് 110 കിലോമീറ്റർ അപ്പുറമുള്ള താകർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷാ കേന്ദ്രവും അവിടെ വെച്ച് ആ ശുശ്രൂഷാ കേന്ദ്രത്തിൽ വെച്ചൊരു പ്രശ്നങ്ങളുണ്ടാകുകയും ഒരു മകൻ ഇറങ്ങിപ്പോവുകയും ആ മകനെ പിടിക്കുവാനായി ടൗണിൽ ചെന്നപ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവരും എന്താണ് ഈ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാതെ ആക്രമണങ്ങളുണ്ടാകുകയും അങ്ങനെ 28 ദിവസം ഞങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെ ജയിലിലടച്ചതിൻ്റെ പിന്നിൽ ഒത്തിരി ഒരു കഥകളുണ്ടായിരുന്നു. അതെല്ലാം ദൈവനിയോഗമായിട്ട് ഇന്ന് കാണുന്നു. കാരണം ദൈവിക ശുശ്രൂഷകളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടായിരുന്നു അത്. എന്നാലിതാ ദൈവം തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കുന്ന ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെ 28 ദിവസം ജയിലിൽ കിടന്നു.
എന്നാൽ അവിടെയൊന്നും അസ്തമിക്കാതെ പിന്നീടും അവിടെയൊന്നും തളരാതെ പിന്നെയും ഇതേ ശുശ്രൂഷയിൽ തന്നെ നിലനിൽക്കുവാനൊക്കെ ദൈവം കൃപ നൽകി. ഇന്ന് എന്നെ ദൈവം ഇങ്ങനെ നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. 92 വരെ ഞാൻ കണ്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന മാത്തൂർ ചാക്കോച്ചേട്ടൻ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ വളരെ അടുത്ത പരിചയമുണ്ട്. പലപ്പോഴും ഞങ്ങൾ ആശാൻ എന്നൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ട്. ഈ ആശാൻ എന്ന് വിളിക്കുന്നത് ചെറുപ്പക്കാരുടെ ഈ നാടിൻ്റെ അവസ്ഥ, ഒരു ഗ്രാമാന്തരീക്ഷം, അതിന് നാടിൻ്റേതായ എല്ലാ തിന്മയുടെ വശങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ മദ്യപിക്കാനും മദ്യപാനത്തിൻ്റെയും തെറിപ്പാട്ട് പാടാനും എന്നുള്ള ഈ കൂട്ടുകെട്ടിലെ ഒരാശാനായിട്ടായിരുന്നു ഞാൻ ചാക്കോച്ചേട്ടനെ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഈ ചാക്കോച്ചേട്ടനെ പറ്റി ഞാൻ ഒരിക്കൽ കേൾക്കുകയാണ്. ചാക്കോച്ചേട്ടൻ ധ്യാനത്തിന് പോയി വന്ന് ചാരായ ഷാപ്പ് നിർത്തി. അപ്പോൾ അതുവരെ ഞാൻ ചാക്കോച്ചേട്ടനെ പറ്റി കാണുന്ന ഒരു കാഴ്ച അതായിരുന്നില്ല. കാരണം ചാരായ ഷാപ്പ് നടത്തി എല്ലാ കൂട്ടുകെട്ടും കൂടി അനേകരെ കൂട്ടുകൂടി കുടിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ, മദ്യപാനികളുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ വലിയൊരു തലവനെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ ചാക്കോച്ചേട്ടനെ കണ്ടിരുന്നത്. പക്ഷെ ആ ചാക്കോച്ചേട്ടൻ മദ്യപാനം നിർത്തിയെന്ന് പറയുന്നു. അന്ന് ഞാൻ ഈ നാഗവള്ളിയിലല്ല താമസിക്കുന്നത്. ഇവിടെ നിന്ന് 45-50 കിലോമീറ്റർ അപ്പുറമുള്ള ജോഗ് പാലസിലായിരുന്നു ഞാൻ താമസിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്ന ഈ വാർത്ത, ചാക്കോച്ചേട്ടൻ ഒരു ചാരായ ഷാപ്പ് നിർത്തി, ചാക്കോച്ചേട്ടൻ കുടിയെല്ലാം നിർത്തി, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി മാറി. അപ്പം പെട്ടെന്ന് എനിക്ക് അത് കേട്ടപ്പോൾ, ഞാൻ ഭൗതികമായ ഒരു മനുഷ്യനാണ്, പെട്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലാക്കുന്നത്, ഇങ്ങനെയൊക്കെ ധ്യാനം കൂടി ഇതുപോലെ പല വേഷങ്ങളൊക്കെ കാണിക്കും, എന്തിനൊക്കെയാണ്, ഏത് കാര്യലാഭത്തിനാണെന്നൊക്കെ നമുക്കറിയാവോ എന്നൊക്കെ ഉള്ളൊരു ചിത്രീകരണമായിരുന്നു അന്ന് എനിക്ക് ചാക്കോച്ചേട്ടനെ കുറിച്ചുള്ളത്. അന്ന് ഞാനൊരു ധ്യാനത്തിന് പോയിട്ടില്ല, ധ്യാനം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഈ ചാക്കോച്ചേട്ടനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ചാക്കോച്ചേട്ടൻ ഞാൻ താമസിക്കുന്ന ആ ഭവനത്തിൽ വരാനിടയായി സന്ധ്യയായി. അന്ന് അവിടെ താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ ഞങ്ങൾ ഒരു കുടുംബം പോലുള്ള കൂട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ കാണുന്ന ആളുടെ ഷേപ്പ് തന്നെ മാറിയിട്ടുണ്ട്. മീശയില്ല, വളരെ സൗമ്യമായ ഒരു മുഖം. അപ്പോൾ വന്നു, സന്ധ്യയായി, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ പ്രാർത്ഥനയുടെ മധുര സ്വരം, കാരണം ഇന്നലെ വരെ തെറി പറഞ്ഞ മനുഷ്യനാണോ, ഇന്നലെ വരെ ഇതുപോലെ കൂത്താടി നടന്നൊരു മനുഷ്യനാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഒരു തരത്തിൽ എന്തോ എനിക്കൊരു ഭയങ്കര അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയാണ് ഇന്ന്. പിന്നീട് എന്നെ ആദ്യമായിട്ട് അവിടെ വന്ന് ജോഗിൽ വരുന്നത് എങ്ങനെയാണ്, ഒരു രോഗി അവിടെ അടുത്തുണ്ട്, ആ രോഗി എടുത്ത് പ്രാർത്ഥിക്കാൻ പോകണം. അതിന് ആ വീടറിയത്തില്ല. അപ്പോൾ എന്നോടൊന്ന് ആ വീട് കാണിച്ചു തരണം, ഒന്ന് കൂട്ടിന് വരണമെന്നാണ്. അവിടെ ചെന്നു, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ രോഗിയോട് വളരെ സമീപതയോടുകൂടി ഇടപെടുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എന്നിലേക്ക് ഒരു ആകർഷണം ഉണ്ടാകുകയാണ്. ഞാൻ വീണ്ടും ധ്യാനത്തിന് പോകുന്നു. ധ്യാനത്തിന് പോയി വീണ്ടും ചാക്കോച്ചേട്ടൻ്റെ കൂടി പ്രവർത്തിക്കുന്നു. വീണ്ടും ചാക്കോച്ചേട്ടൻ്റെ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ചാക്കോച്ചേട്ടൻ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം. രാപ്പകലില്ലാതെ ചാക്കോച്ചേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ ഫലമായിട്ടായിരിക്കും വീണ്ടും എനിക്ക് ഈ നാഗവള്ളിയിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ചാക്കോച്ചേട്ടനോട് ഒന്നിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്കുമ്പോഴാണ് ഫാദർ ജോർജ് കുറ്റിക്കലസിൻ്റെ ധ്യാനം ഇവിടെ വരുന്നതും. ആ ധ്യാനത്തിലൂടെ ഞാൻ ആകാശപ്രവയുടെ ശുശ്രൂഷയിലേക്ക് ബന്ധപ്പെട്ടുവെങ്കിലും ഇന്നുവരെ ഞങ്ങൾ ഒന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. കാരണം ഇന്ന് ചാക്കോച്ചേട്ടൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിൽ നിന്നും എന്നെ അകറ്റി നിർത്തിയിട്ടില്ല, ഞാൻ അകന്നു മാറിയിട്ടില്ല, ഞങ്ങൾ ഒന്നായിട്ട് പോകുന്നു. അതുപോലെ ആകാശപ്രവയുടെ ശുശ്രൂഷയിൽ ചാക്കോച്ചേട്ടനെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല, ചാക്കോച്ചേട്ടനും അകന്നു പോയിട്ടില്ല. അങ്ങനെ ഒരേ മനസ്സോടുകൂടി അന്നും ഇന്നും ഒരുപോലെ ദൈവം ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചാരായ ഷാപ്പ് ഒരു ജീവിതമാർഗമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മദ്യം ബിസിനസ് തൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ തനിക്ക് ഭൗതികമായ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ഞാൻ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് ചാക്കോച്ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് നന്മയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ മദ്യപാനം ഷാപ്പ് നടത്തിയ സമയത്ത് ചിലപ്പോൾ മദ്യപിക്കുന്നവർ അല്ലെ അങ്ങനെയുള്ളവരൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്, ഒരുപോലെ പോയിട്ടുണ്ട്. എന്നാൽ അതോടുകൂടി വേദനിക്കുന്ന എത്ര കുടുംബമാണ്. ഞാൻ ഓർക്കുന്നു, പലപ്പോഴും ഇവിടുന്ന് 8-9 കിലോമീറ്റർ അപ്പുറം ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. കാരണം വീട്ടിലെ കുടുംബനാഥനൊക്കെ ഒത്ത് കുടിക്കും, വളരെ രസകരമായ പാട്ട് പാടും, തെറിപ്പാട്ടൊക്കെയാണ് പാടുന്നത്. ഇങ്ങനെയെല്ലാം കഴിയുമ്പോൾ ആ കുടുംബം പട്ടിണിയിലാണ്, മക്കൾ പട്ടിണിയിലാണ്, ഭാര്യ പട്ടിണിയിലാണ്. ഇവർ
പാടുന്നു, ആഹ്ലാദിക്കുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകളിലൂടെ ഇവിടെ കടന്നു പോകുമ്പോഴും ഇതാ ഒരു ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ചിത്രമായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ചാരായ ഷാപ്പ് നിർത്തിയ അന്നു മുതൽ ഈ ചാക്കോച്ചേട്ടൻ്റെ ജീവിതത്തിലൂടെ ഒത്തിരി കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം വിതറി എന്നുള്ളതാണ്. അനുഗ്രഹം, നേട്ടങ്ങൾ ഉണ്ടായി. ഒരു ഗ്രാമത്തിന് നേട്ടം, കുടുംബങ്ങൾക്ക് നേട്ടം. അന്നും ചാക്കോച്ചേട്ടൻ മദ്യപാനത്തിൻ്റെ പേരിൽ ഒരു വലിയൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആത്മീയ മേഖലകളിലും വലിയ ഒരു കൂട്ടുകെട്ടായിട്ട് പോകുന്നു. അതായത് നമ്മളിലൊക്കെ തെറ്റായ ചിന്തകൾ ലോകം നമുക്ക് തരികയാണ്. കാരണം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നില്ല, സ്വാർത്ഥരായി തീരുകയാണ് നമ്മൾ. സ്വാർത്ഥതയിൽ നിന്നാണ് ഓരോ സമയത്തും മദ്യപിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ മകനെ ഓർത്താൽ മദ്യപിക്കാൻ സാധിക്കില്ല. അവന് തൻ്റെ സഹോദരനെ പറ്റി ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബാർ നടത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ശരിക്കും ഒരു മനുഷ്യസ്നേഹി, ദൈവസ്നേഹി എന്നല്ല, ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ പോലും അവന് ഒരു മദ്യ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയായിട്ട് നടക്കുക എന്നുള്ളത് പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്ന് ഈ ചാരായം നിർത്തി, മദ്യപാനം നിർത്തി, ചാരായ ഷാപ്പ് നിർത്തി പലരെയും എനിക്കറിയാം. അവിടെയൊക്കെ അനുഭവം, ഇന്ന് അവിടെയൊക്കെ മക്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അവരുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ ഒത്തിരി സന്തോഷിക്കുന്നു. സമൂഹത്തിലേക്ക് ഒത്തിരി നന്മകൾ അവരിലൂടെ കടന്നു വരുന്നു. എന്നാൽ നേരെ തിരിച്ച് മറ്റുള്ളവരിലൂടെ പുറമെ പറഞ്ഞില്ലെങ്കിൽ പോലും ഒത്തിരി വേദനകൾ ഏറ്റുവാങ്ങുന്നു സമൂഹം. അതിനാൽ പ്രിയപ്പെട്ടവരെ, മദ്യത്തോടും മദ്യത്തിൻ്റെ എല്ലാ പ്രവണതകളോടും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളോടും ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു തീരുമാനമെടുക്കുക, ഇന്ന് ഞാൻ ഇതിനോട് വിട പറയും എന്ന്. എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തുങ്കൽ. ഇടുക്കി രൂപതയിലെ ഇരട്ടയാറ് സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ഫൊറവന ഇടവകയിലെ അംഗമാണ്. ഇന്നിപ്പോൾ മിഷൻ രൂപതയായ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ഭദ്രാവതിയിലെ രൂപതയിൽ നാഗവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സേവനം ചെയ്യുന്നു. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ രൂപതയിൽ ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഇടവകയിൽ ഏകദേശം 67 കുടുംബങ്ങളാണ് ഉള്ളത്. വ്യത്യസ്തമായ ഭാഷകൾ, കറാട്ടി, മറാഠി, കന്നഡ, തെലുങ്ക്, തുളു, മലയാളം എന്നീ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ ഒത്തുവസിക്കുന്ന ഒരു പ്രദേശമാണിത്. തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിൽ ക്രൈസ്തവർ വിളിക്കപ്പെട്ടത് സാക്ഷ്യമാകാൻ വേണ്ടിയാണ്. യാദൃശ്ചികമോ അല്ലയോ എന്നറിയില്ല. 40 വർഷം മുമ്പ് കുടിയേറ്റം മൂലം കടന്നു വന്ന മനുഷ്യർ ക്രിസ്തുവാകുന്ന വെളിച്ചം കൊടുക്കുന്നതിന് പകരം ജീവിതയാത്രയിൽ വന്ന തകർച്ചകൾ, തുടർന്നുണ്ടായ തകർച്ചകളുടെ പേരിൽ അവരനുഭവിച്ച് വേദനയിൽ നിന്നുകൊണ്ട് എതിർസാക്ഷ്യം കൊടുക്കുവാനായിട്ട് വഴിതെളിക്കപ്പെട്ടത്. അതിൽ ഒരു പരിധിവരെ അന്നത്തെ കാലഘട്ടത്തിൽ നല്ല ഒരു ഭാഗത്തും വഹിച്ച ആൾ ഈ MC ചാക്കോ എന്ന് പറയുന്നത് വ്യക്തി മദ്യം വിൽക്കുകയും മദ്യപാനം നടത്തുകയും അതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യോ അതെല്ലാം ചെയ്യുക മാത്രവുമല്ല, ക്രിസ്തുവിനെയും വിശ്വാസത്തെയും ഇടവകയെയും വൈദികരെയും സമർപ്പിതരെയും ഒക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തൊരു ജീവിതമാണ്. പോകുന്ന വഴി ശരിയല്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉൾവിളി ഉണ്ടായപ്പോൾ അദ്ദേഹം ധ്യാനമന്ദിരങ്ങളിലേക്ക് പോവുകയും അവിടെ വെച്ച് ദൈവാനുഭവം ഉണ്ടാവുകയും പരിശുദ്ധാത്മാവിനെ നിറയുകയും ഇപ്പോൾ ജീവിക്കുന്ന വഴിത്താരെക്കുറിച്ചുള്ള പൂർണ്ണ അവബോധം ലഭിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അതിൽ അദ്ദേഹം 100% വിജയിച്ചു. ഇന്നിപ്പോൾ എൻ്റെ ഇടവകയിൽ ഈ നാഗവള്ളി ലൂർദ് മാതാ ദേവാലയമാണ് എൻ്റേത്. ഇവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനയൊക്കെ ഉണ്ട്. വളരെ സജീവമായിട്ട് എൻ്റെ ഇടവകയിൽ ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുത്തുകൊണ്ട് അനേകരെ വാക്കുകൊണ്ട് അതിനപ്പുറം പ്രവൃത്തി കൊണ്ട് ജീവിതത്യാഗം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. ശക്തമായ വചനം കൊടുക്കുന്ന വ്യക്തിയാണ്, അഭിഷേകമുള്ള വ്യക്തിയാണ്. എൻ്റെ ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ഇടവകയിൽ മാത്രമല്ല, കർണാടക, ഗോവ എന്ന പ്രദേശങ്ങളിൽ, അതിനപ്പുറത്തേക്ക് വടക്കേ ഇന്ത്യയിലെ ഒറീസ, മേഘാലയ, മിസോറാം, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ രോഗാവസ്ഥയിലും ക്രിസ്തുവിൻ്റെ തീക്ഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട്
കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിലും അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് തകർന്ന കുടുംബങ്ങളെ സ്വന്തം ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ ആശംസകളും എല്ലാ നന്മകളും എല്ലാ ദൈവാനുഗ്രഹവും ചാക്കോച്ചൻ ചേട്ടനും കുടുംബത്തിനും നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃപയിലുള്ള ജീവിതം വഴി സഭയ്ക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിന്, ഞങ്ങളുടെ ഇടവക സമൂഹത്തിന്, ഭദ്രാവതി രൂപതയ്ക്ക് ലഭിക്കുന്ന എല്ലാ ദൈവാനുഗ്രഹത്തിന് ഒന്ന് ചേർന്ന് എൻ്റെ ഇടവക സമൂഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വികാരിയച്ഛൻ എന്ന നിലയിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മുന്നോട്ട് പോകുക ദൈവത്തിൻ്റെ വഴിയിൽ, ഞങ്ങൾ കൂടെയുണ്ട്. ഈ സാക്ഷ്യം ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഉറച്ച വിശ്വാസത്തോടെ കലർപ്പില്ലാതെ കൊടുക്കുവാനായിട്ട് ചാക്കോച്ചൻ ചേട്ടനും കുടുംബത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഷാലോം ടി വിയുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞങ്ങളെല്ലാവർക്കും ആ സന്തോഷം ഉള്ളിലുണ്ട്. ഏറെ സന്തോഷമുണ്ട്, ദൈവത്തോട് നന്ദിയുണ്ട്. ഇത് യേശു സ്പർശിച്ചിരിക്കുന്ന കുടുംബമാണ്. വലിയ അത്ഭുതമായിരുന്നു, മഹാ അത്ഭുതം. പപ്പയൊരു ധ്യാനത്തിന് പോകാനായിട്ട് സാധിച്ചു. പപ്പ ആ ധ്യാനത്തോടു കൂടെ യേശുവിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ഈ മദ്യത്തെ ഉപേക്ഷിച്ചതുകൊണ്ട്, ഈ ചാറായക്കടയെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. എന്തുമാത്രം സന്തോഷമാണ് വീട്ടിൽ, എന്തുമാത്രം സമാധാനമാണ് വീട്ടിൽ. ഇപ്പോൾ ചേട്ടായനെക്കുറിച്ച് പറയുമ്പം ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. പപ്പയ്ക്ക് വന്നിരിക്കുന്ന ഈ കൃപയാണ് ചേട്ടായിലേക്കും കുടുംബത്തിലേക്കും ആ കൃപ വർഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ സന്തോഷം ഞാൻ ചേട്ടായനോട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, ഞങ്ങളുടെ മൂത്ത സഹോദരൻ എന്ന നിലയിൽ ചേട്ടായിക്ക് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ പപ്പയുടെ ഈ മദ്യത്തിൻ്റെയും മദ്യവ്യവസായത്തിൻ്റെയും ഒക്കെ ദുരന്തം അനുഭവിച്ച ആളെന്ന നിലയിൽ ചേട്ടായുടെ അന്നത്തെ ആ സ്വപ്നങ്ങളും ഇന്ന് ചേട്ടായിക്കൊണ്ടായിരിക്കുന്ന ആ സന്തോഷങ്ങളുമൊക്കെ അഭിമാനങ്ങളുമൊക്കെ ചേട്ടായിനോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ബിജു മാത്തൂർ. ഇതെൻ്റെ ഭാര്യ മേബിള്, എൻ്റെ മൂത്ത മോള് എലൻ മേരി, രണ്ടാമത്തെ മോള് എഫ്ന ട്രീസ, മൂന്നാമത്തെ എലോറ എലിസ. പപ്പ എപ്പോഴും കള്ളു കുടിച്ച് വരുന്ന ഒരവസ്ഥയും പപ്പയുടെ കൂട്ടുകാർ, കള്ളുകുടിയന്മാരായ കൂട്ടുകാർ, ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേൻ്റെ ഒരു പ്രാർത്ഥന എപ്പോഴും ഇതായിരുന്നു ഞങ്ങളെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പപ്പേനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, പപ്പയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മേനെ വളരെ ഒരു ഉപദ്രവിക്കുമ്പോൾ പോലും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ആരെ അറിയിക്കേണ്ട, നമുക്ക് പപ്പനെ വേണ്ടി പ്രാർത്ഥിക്കാം, പപ്പ നല്ല ആളാണ് എന്ന രീതിയിൽ. പക്ഷേ പപ്പ ആ കള്ളു കുടിച്ചിട്ട് വരുന്ന അവസ്ഥ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ തോന്നിയതുള്ളൂ. എൻ്റെ ആദ്യ കുർബാനയുടെ സമയത്ത് എവാഞ്ചലി സിസ്റ്റർ എന്നെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയത്. സിസ്റ്റർ പറഞ്ഞിരുന്നു, ആദ്യ കുർബാനയ്ക്ക് എന്ത് കാര്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ദൈവം സാധിച്ചു തരും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന അതായിരുന്നു, ദൈവമേ പപ്പയുടെ കുടി നിർത്തണമേ. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന. ചേട്ടായിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ളത് ചേട്ടായിയുടെ ഈ അടുത്ത നാളിൽ ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ തിക്ത അനുഭവമാണ്. അവിടെ പപ്പയുടെ ഈ മാനസാന്തരം ഇതൊക്കെ എങ്ങനെ വലിയ അത്ഭുതം തീർത്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ സാക്ഷ്യം നൽകാനായിട്ട് ചേട്ടായി ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം ജോലി ബാംഗ്ലൂർ ചെയ്തു. ആ ഇടയ്ക്ക് എനിക്ക് ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടി. അവിടെ ഞാൻ ഹോം നേഴ്സായിട്ട് ചാൻസ് കിട്ടി. ഞാൻ അങ്ങനെ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വാഗ്ദാനം ചെയ്ത പോലത്തെ ജോലിയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഇമിഗ്രേഷൻകാർ എന്നെ പിടിക്കുകയും ഒരു മാസത്തോളം ഇമിഗ്രേഷൻ ജയിലിൽ കിടക്കുകയും ചെയ്തു. ആ സമയത്ത് ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ വീട്ടിലേക്കൊക്കെ പറയുമ്പോഴും പപ്പയുടെ ആ പ്രാർത്ഥനയും വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഭാര്യയുടെയും സപ്പോർട്ടും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സപ്പോർട്ട്
പ്രാർത്ഥനയിലൂടെയൊക്കെ ഉണ്ടായിരുന്ന സപ്പോർട്ടാണ് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാനത്തെ മാർഗം എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ മുമ്പിൽ തെളിഞ്ഞു കണ്ടതും ഞാൻ കണ്ടതുമായ കാര്യം വിശ്വാസം ത്യജിച്ച് മതം മാറുക എന്നുള്ള കാര്യമായിരുന്നു. അതേപോലെ കുറേ പേര് അങ്ങനെ മാറി. കുറച്ച് സിഖ് മതക്കാരനായൊരു ആൾ, പിന്നെ വേറെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള വേറൊരു മതത്തിലുള്ള ആൾ, അങ്ങനെ കുറേ പേര്, പിന്നെ നൈജീരിയയിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ കുറേ പേര് മാറി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. ഞാൻ എന്നിട്ട് പലരോടും പറഞ്ഞു, എല്ലാവരോടും ഷെയർ ചെയ്ത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം പൊതുവായിട്ട് പറയാൻ പറ്റില്ല. അല്ലാതെ ഞാൻ അവിടെ എൻ്റെ അടുത്ത് നിന്നവർ ഞാൻ അവിടെയൊക്കെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് എന്നെ വന്നാലും നമ്മുടെ മതങ്ങൾ നമുക്ക് ഒരിക്കലും വിടാൻ പാടില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്നത് എത്ര നാൾ കടന്നാലും നമ്മൾ ആ മതത്തിൽ തന്നെ നിൽക്കണം, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കണം എന്ന് ഞാൻ പറയുകയും ഞാനത് തീരുമാനിച്ചു. എന്ത് വന്നാലും ഞാനത് അവിടെ പലരോട് ഞാൻ ഉറക്കെ പറയുകയും ചെയ്തു, മരിക്കേണ്ട വന്നാൽ പോലും ഞാൻ എൻ്റെ മതം ഉപേക്ഷിക്കുകയില്ല. ആ രീതിയിൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനും എല്ലാം എനിക്ക് സാധിച്ചു. ക്രിസ്മസ് സമയത്ത് ആ സീസണിൽ ഞാൻ എല്ലാവരും നോൺ വെജ് കഴിക്കുമ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കാതെ വെജ് മാത്രം കഴിക്കുന്നു. അങ്ങനത്തെ അവസ്ഥ ഞാനങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കത്തോലിക്ക സഭയിലുള്ള ആളാണ്. ഞങ്ങളുടെ നോമ്പ് സമയത്ത് ഞങ്ങൾ വെജിറ്റബിൾ മാത്രമേ കഴിക്കുകയുള്ളൂ, നോൺ വെജ് കഴിക്കാറില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എനിക്ക് പറ്റുന്ന രീതിയിൽ അവിടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ പറ്റിയത് എല്ലാം ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടെ എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചി മേബിൾ ചേച്ചിയാണ്. ചേച്ചി ഈ പപ്പയുടെ നവീകരണ അനുഭവത്തെ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാണ്. അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നവീകരണ അനുഭവത്തിലെ ഈ കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് ചേച്ചിക്ക് ഞങ്ങളെക്കാട്ടിലും മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്ന് അതിനെ കാണാനും അത് പങ്കുവയ്ക്കാനുമായിട്ട് സാധിക്കും. പപ്പേനെക്കുറിച്ച് പറയുമ്പോൾ പപ്പയുടെ മാനസാന്തരത്തിന് മുമ്പുള്ള കഥകളൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു കഥ പോലെ ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും അന്നുള്ള പപ്പയുടെ കഥ കേൾക്കുകയും ഇപ്പോഴത്തെ പപ്പേനെ ഞാൻ കണ്ട് അറിയുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊരു ആളാണോ ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു അവിശ്വസനീയമായ കഥ പോലെയാണ് ഞാനതിനെ പലപ്പോഴും കേൾക്കാറുള്ളത്. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്കതിനെ ഇപ്പോഴും വിശ്വസിക്കാനൊന്നും അത്ര അങ്ങ് സാധിക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പപ്പയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അമ്മായിയപ്പൻ എന്നുള്ള രീതിയിലല്ല, എൻ്റെ സ്വന്തം പപ്പ. അതിലൊരു വ്യത്യാസം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ചേട്ടായി ജയിലിലായിരുന്ന സമയത്തൊക്കെ പപ്പയുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമൊക്കെയാണ് ഒത്തിരിയേറെ ഞങ്ങൾക്ക് ബലം നൽകിയിരുന്നത്. എന്നാൽ ഞാനും കുഞ്ഞുങ്ങളും തന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ ഇവിടെ സ്കൂളിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഷിമോഹയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് അവിടെ വന്ന് നിൽക്കാനും പറ്റത്തില്ല, അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നുവെങ്കിലും ഫോണിലൂടെ അല്ലാതെയും അച്ഛനും പപ്പയും ഒക്കെ ഞങ്ങളെ എന്നും വിളിക്കുകയും വചനങ്ങൾ പറഞ്ഞു തരികയും ഒത്തിരിയേറെ സപ്പോർട്ട് നൽകുകയും ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴും ഇതൊക്കെ ദൈവ പരീക്ഷണം, ഇതെന്താണ് ദൈവം ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും മാനുഷികമായ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. പപ്പയുടെ ആ സാന്നിധ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ആ പ്രാർത്ഥനയും ഒരു കൊന്ത ചൊല്ലിയൊക്കെ മാത്രം അവസാനിപ്പിക്കുന്നിടത്തിരുന്ന് പപ്പ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രയറൊക്കെ നീണ്ടുപോകും. അപ്പോൾ ഒത്തിരിയേറെ പേഴ്സണൽ പ്രയറുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല അനുഭവമാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് നൽകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പപ്പയുടെ മാനസാന്തരത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞാലും തീരാത്ത അത്രയുമുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സമ്മാനമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞനുജൻ. അവൻ ഞങ്ങളെക്കാട്ടിലൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളാണ്. എന്നെക്കാട്ടിലും 14 വയസ്സിൻ്റെ എളുപ്പം അവനുണ്ട്. അവനിപ്പോൾ സീമൈ സഭയിൽ മൈസൂർ പ്രോവിൻസിൽ നോവിഷീറ്റ് കഴിഞ്ഞ് അവന് ഫിലോസഫി പഠിക്കാനായിട്ട് പോവുകയാണ്. അവൻ വിപിൻ മാത്തൂർ എന്നാണ് അവന് അറിയപ്പെടുന്നത്. അവിടെ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ആത്മീയ നിറവിൻ്റെ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം നയിക്കുവാനും ഇപ്രകാരം ഒന്ന് കുടുംബം, ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ചേർന്നിരിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം വന്നത്. ഒരു മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സമാധാനം ലഭിക്കാൻ സാധ്യതമല്ല. കാരണം
ഇത് അനേക സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിൻ്റെ ഒരു വിലാപത്തിൻ്റെയും നെടുവീർപ്പുകളുടെയും തകർച്ചയുടെയും വേദനയുടെയും അനേക മുറിവുകളുടെയും ഒരു ജീവിതമാണ് മദ്യം വിൽക്കുക എന്ന. അനേക ജീവിതങ്ങളെയാണ് ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, വ്യക്തിത്വത്തിൽ നിന്ന് തൂത്തെറിയുന്ന ഒരു ജീവിതമാണ്, ഒരു ജീവിത ശൈലിയാണ്, ഒരു ബിസിനസ്സാണ് മദ്യപാനം, മദ്യ ബിസിനസ് ആയതിനാൽ ഒരു മനുഷ്യനും ഇതിന് പ്രോത്സാഹനം നൽകുകയോ ഇതിന് സപ്പോർട്ട് നൽകുകയോ ചെയ്യാൻ പാടില്ല. ആയതുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന സകല മദ്യം ബിസിനസ് നടത്തുന്ന സകല സഹോദരങ്ങളോടും ഞങ്ങൾ ദൈവനാമത്തിൽ അപേക്ഷയോടെ അഭ്യർത്ഥിക്കുന്നു. എന്നേക്കുമായി ഇത് ഉപേക്ഷിക്കുക. നമ്മുടെയും തലമുറകളുടെയും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഇതൊരു രക്ഷയ്ക്ക് വലിയൊരു കാരണമായി ഭവിക്കും. ഈ മദ്യഷാപ്പ്, മദ്യവ്യവസായം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് അനേകരെ ദൈവത്തിനും നേടാൻ പറ്റും. സമൂഹത്തിൽ നല്ല വ്യക്തികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ആയുധം നെട്ടില് കുരിശു വരയ്ക്കുമ്പോൾ ആയുധം അതരെ കുറിച്ചു വരയ്ക്കുമ്പോൾ